ആറിന്റെ ബലം കൊണ്ട് ജയിക്കാനൊക്കെ പറ്റും ഷെബിനെ, അത് വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന വിന്നറുടെ സെയിം PR തന്നെയാണ് അനുമോളുടെ. സത്യം പറയാലോ, എനിക്ക് അനുമോളെ പറ്റി കൂടുതൽ പറയുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. കാരണം എനിക്ക് ഉറപ്പാണ് ഇതിന്റെ താഴെ നെഗറ്റീവ്സ് എനിക്കേ വരുള്ളൂ. കാരണം അതിൽ പോവാൻ നിൽക്കുമ്പോൾ വാഷ്റൂമിന്റെ സൈഡിൽ വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ PR കോണ്ടാക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അക്ബറിനെ എതിരെ ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തത്. അതൊക്കെ ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആളുടെ കൂടെ ബിൻസി ഇരുന്നപ്പോ എന്തോ ക്ലിവേജ് കാണിച്ചിരുന്നു, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. സദാചാരം എന്ന് പറയുന്ന പറയാം, കുറച്ചൊക്കെ വേണ്ടേ. പിന്തുണ കിട്ടിയതിൽ അന്താളിച്ച് നിൽക്കുകയാണ്. ഇതിനു മുമ്പും സീസൺസ് ഉണ്ടായിരുന്നു. PR-ന്റെ കഴിവുകൊണ്ടല്ലേ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു പറഞ്ഞത് ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് അല്ല, അത് സത്യമല്ലേ? അത് സത്യമായതുകൊണ്ടല്ലേ പറയുന്നത്. ജിസേൽ ആര്യൻ ചുംബന രംഗം കണ്ടു എന്ന രീതിയിൽ അനുമോൾ പറഞ്ഞു. അത് അനുമോൾ കണ്ടു, അനുമോൾ പറഞ്ഞു. അനുമോളെക്കാളും ഫാർ ബെറ്റർ വിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അനീഷ് കൊടുത്ത കണ്ടന്റ് ഇതാണ്, മറ്റേ ഉറങ്ങുകയാണ്. അതിനെന്താ, അതൊരു അനീഷ് ഒരു കോമണർ ആയിട്ട് വന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അനീഷിന്റെ വ്യക്തിത്വം ബിഗ് ബോസ് ഡേ ഫസ്റ്റ് തൊട്ട് കണ്ടവർക്ക് മനസ്സിലാവും അനീഷിന്റെ ക്യാരക്ടറിൽ ഉള്ള ചേഞ്ചസ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം, ശനിദശയിൽ ഞാൻ ബിൽത്ത, ഞാൻ ഷെബിൻ ഗാൻസൺ ബറുവ. ഓക്കെ ഷെബിൻ, സോ നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ നാളെ നടക്കാൻ പോവാണ്. എല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും നാളത്തെ സീസൺ, ഇതിപ്പോൾ സീസൺ 7 ആണ്. ഈ സീസൺ 6 വരെ നമുക്കൊരു 80 days ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയായിരുന്നു. ഓക്കെ, പ്രെഡിക്ഷൻ ലിസ്റ്റിൽ നമുക്ക് ടോപ്പ് 5 ആരൊക്കെയാണ് വരുന്നത്, ടോപ്പ് 1 ആരാണ്, വിന്നർ ആരാണെന്നുള്ളതൊക്കെ നമ്മൾക്കൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, പ്രേക്ഷകർക്ക് എല്ലാവർക്കും. പക്ഷെ ഈ സീസണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പ്രേക്ഷകർ കൺഫ്യൂസ്ഡ് ആണ്. ഇതിൽ ടോപ്പ് 5 ആരാണ് വരുന്നതെന്നുള്ളതിൽ ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ആര് വിൻ ചെയ്യും എന്നുള്ളതിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. അതെന്താ ഷെബിന് ഒരു കൺഫ്യൂഷൻ? അനുമോൾ കൺഫേം കപ്പടിക്കും എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ജനറലൈസ് ചെയ്ത് സംസാരിക്കണ്ട, എല്ലാവർക്കും കൺഫ്യൂഷൻ. അല്ല, ഒരു മിനിറ്റ്, എന്താ ഷെബിന് PR ആയിട്ട്, അനുമോളുടെ PR ആയിട്ട് PR ആയിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഇത്രയും 96 ദിവസവും ഈ പ്രോഗ്രാം കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തി എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളാണ്. എന്ത് കണ്ടന്റ് ആണ് കൊടുക്കാത്തത്? എന്താ ഉദ്ദേശം? അല്ല, എന്ത് അനുമോൾ എന്ത് കണ്ടന്റ് ആണ് കൊടുക്കാത്തത്? അല്ലെ, അനുമോളിനേക്കാൾ കൂടുതൽ കണ്ടന്റ് കൊടുത്ത ഒരു മത്സരാർത്ഥിയുടെ പേര് പറഞ്ഞു. അനുമോളേക്കാൾ കൂടുതൽ കണ്ടന്റ് കൊടുത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ എല്ലാവരും ഉണ്ട്. ഷാനവാസും അക്ബറൊക്കെ ചുമ്മാ ഇരിക്കുന്നതാണോ? അത് ഷെബിന് അനുമോളോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തോന്നിയാണ്. എനിക്ക്, ഞാൻ പേഴ്സണലി അല്ല, പക്ഷെ ഞാൻ പറയട്ടെ, അല്ല, ഇപ്പൊ ഷെബിൻ പറഞ്ഞു അനുമോള് ഫസ്റ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അതിന് എനിക്കും യോജിപ്പുണ്ട്. കാരണം അനുമോൾക്ക് അത്രയും PR സപ്പോർട്ട് ഉണ്ട്. PR സപ്പോർട്ട് അത്രയും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ എനിക്ക് തോന്നുന്ന അനുമോൾ കപ്പടിക്കാൻ PR കൊണ്ടും ജയിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇത്രയും നാൾ അനുമോൾ നിൽക്കുന്നതിൽ ഒരു റീസൺ PR തന്നെയാണ്. കാരണം ഇപ്പോ പഴയ ആളുകളൊക്കെ വന്നു ബിഗ് ബോസ് കഫേയിൽ, ബിഗ് ബോസിൽ ഒരുപാട് ആളുകൾ വന്നു, പണ്ടുണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസും വന്നു. അവരെല്ലാവരും അനുമോളെ പറ്റി തന്നെ പറയുന്നത് അവരുടെ ലൈഫിനൊക്കെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലാണ് അനുമോളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അതുപോലാണ് അവരുടെ PR പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും പേര് ആളെ തന്നെ സംസാരിച്ചത്. എത്രയോ കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നില്ല അനുമോൾ ഒരു ഗുഡ് പ്ലെയർ ആണ്, അല്ലെങ്കിൽ എന്തായാലും വിൻ ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് വിൻ ചെയ്താലും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അതിൽ ഹാപ്പി ആയിരിക്കും, എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതേ, അതായത് ഈ ഗെയിം എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് കളിക്കുന്നത്. ചിലർ ലവ് സ്ട്രാറ്റജി പിടിക്കാം, ചിലർ പ്രൊവോക്കിംഗ് രീതിയിൽ കളിക്കാം, ചിലർ മിണ്ടാതെ ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് ഇരുന്നുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളി കളിക്കാം, ചിലർ ഗ്രൂപ്പായിട്ട് കളിക്കാം. അനുമോളുടെ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള പ്ലേ അവിടെ നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വിജയിച്ചത് കൊണ്ടാണ് ഇവിടെ ഇത്ര സപ്പോർട്ട് ഇവിടെ ഉണ്ടാകുന്നത്. ചുമ്മാ ഉണ്ടാകില്ല. നമ്മൾ ഏത് ഒപ്പീനിയൻ പോൾ നോക്കിയാലും ഒരു 1.5 ലക്ഷം വോട്ടാണെങ്കിൽ അതിനകത്ത് 50% മുകളിൽ ഇപ്പോഴും വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് തന്നെയാണ്. തൊട്ട് താഴെയുള്ള അനീഷിന് 30%, ഏകദേശം ഒരു 20% വ്യത്യാസമാണ്. അതായത് ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് ഈ 1-2 സ്ഥാനത്ത് ഇപ്പം ഈ ഒപ്പീനിയൻ പോൾ വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അനുമോൾ തന്നെയാണ് കപ്പടിക്കാനുള്ള സാധ്യത. പിന്നെ 2 പറഞ്ഞല്ലോ, കണ്ടന്റ് വൈസും വേറെ ആരാണ് അനുമോളിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ബിഗ് ബോസിൽ ഈ 96 ദിവസവും കൊടുത്തത്? വേറെ ആരാണ്? ചർച്ചാ വിഷയം? ഓക്കെ, അനീഷിന്റെ കാര്യം പറഞ്ഞല്ലോ,
അനുമോളെക്കാളും ഫാർ ബെറ്റർ വിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അനീഷ് കൊടുത്ത കണ്ടന്റ് ഇതാണ്, മറ്റേ ഉറങ്ങുകയാണ് അതിനെന്താ അതൊരു അനീഷ് ഒരു കോമണർ ആയിട്ട് വന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അനീഷ് അവിടെ അനീഷിന്റെ വ്യക്തിത്വം ബിഗ് ബോസ് ഡേ ഫസ്റ്റ് തൊട്ട് കണ്ടവർക്ക് മനസ്സിലാവും അനീഷിന്റെ ക്യാരക്ടറിൽ ഉള്ള ചേഞ്ചസ്. അനീഷ് ഇങ്ങനെ ഒരാളല്ലായിരുന്നു. അനീഷ് ഇപ്പൊ എത്രയോ ചേഞ്ച് ആയി. അനീഷ് നല്ല രീതിയിൽ, അനീഷ് മാത്രമല്ല അവിടെ അനുമോള് മാത്രമാണ്. അനുമോളെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു റീസൺ കുറെ പേര് പറയുന്നുണ്ട് PR-ന്റെ കാര്യം. അതേ പിന്നെയാണ് അനുമോൾക്ക് ഇപ്പോഴും അനുമോൾ എന്ന് പറയുമ്പോൾ PR എന്നുള്ള പേരാണ് കൂടുതൽ വരുന്നത്. കാരണം പലർക്കും അറിയാം, ഞാൻ പറയട്ടെ, പലർക്കും അറിയാം ആ ഒരു ബലത്തിലാണ്. കാരണം നമ്മളിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, എപ്പോഴും അനുമോളെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ട്രിഗർ ചെയ്യുന്നത്, ഐ മീൻ എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ഒരു ഗെയിമറായ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഫൈറ്റ് ചെയ്ത് തീർക്കണം. അങ്ങനെ എത്രയോ കണ്ടസ്റ്റൻസ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. അനുമോൾ ഒരു കാര്യം വന്നാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓടി പിന്നെ കുറച്ചു നേരം സംസാരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. സംസാരിക്കുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഷോ കണ്ടിട്ടുണ്ട്, ഞാൻ ഷോ കണ്ടിട്ട് തന്നെയാ പറയുന്നത്. 100% പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയേണ്ടിടത്ത് പറയേണ്ട സമയത്ത് അനുമോൾ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ശത്രുത അതിൽ. ഇപ്പം പറഞ്ഞല്ലോ, പുതുതായിട്ട് വന്ന ഓൾറെഡി പുറത്തായി പോയവർ തിരിച്ചു വന്നപ്പോൾ അനുമോളെ ട്രിഗർ ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്, ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അതിൻ്റെ തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ? എന്തുകൊണ്ടാ പറയേണ്ടടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖത്ത് നോക്കി എന്തൊക്കെയാ പറഞ്ഞതുകൂടി ഒന്ന് പറയും. ഇവരുടെ ലൈഫിനെ വളരെ മോശമായിട്ട് ബാധിച്ചുകൊണ്ടാണ് അവര് പോയവര് തിരിച്ചു വന്ന് പറഞ്ഞത്. ഇപ്പൊ RJ ബിൻസി വളരെ ഫയർ ആയിട്ട് തന്നെ ആള് സംസാരിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ആളുടെ ലൈഫിന് ഒന്ന് പറഞ്ഞോട്ടെ, ഈ RJ ബിൻസി തിളക്കേണ്ട സമയത്ത് സാമ്പാറായിട്ട് തിളച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് പുറത്താകേണ്ടി വരില്ല. ഇത് എല്ലാം കഴിഞ്ഞ് അവിടെ പോയി എല്ലാം കണ്ട് ഇവിടുത്തെ എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും അനുമോളെ തോപ്പിക്കാവുന്ന രീതിയിൽ അവിടെ കിടന്ന് ഇപ്പൊ കാണിക്കുന്ന ആ കോപ്രായങ്ങളോട് എനിക്കൊരു ആളുടെ ലൈഫിനെ ആ സമയത്ത് ആൾക്കും അറിയില്ലായിരുന്നായിരിക്കാം. ആളെങ്ങനെ അറിയുന്നേ അനുമോള് മാറി നിന്ന് പറഞ്ഞ ഇപ്പൊ അറിഞ്ഞിട്ട് പോയിട്ട് സംസാരിക്കുന്നതാണോ? അതോ അതിന്റെ അകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗെയിം കളിക്കാതെ ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ട് ഇവിടെ PR വർക്ക് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ സപ്പോർട്ട് കൂടുതൽ അനുമോളിലാണെന്ന് അറിഞ്ഞിട്ട് അവിടെ ചെന്ന് കുറയ്ക്കാനുള്ള പരിപാടി കാണുന്ന പോലല്ല. അകത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ അവരുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നത്. RJ ബിൻസിനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ആളുകൾ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് 2025-ലാണ്. ഇപ്പോഴും അനുമോളും കുറച്ചു നാൾ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞത് എന്താ, ആൾക്കൊരു കുടുംബമൊക്കെ ഉള്ളതല്ലേ, അപ്പാനീനെ പറ്റി ആൾക്കൊരു കുടുംബമൊക്കെ ഇല്ലേ. അപ്പൊ ബിൻസി ഇങ്ങനെ പോയിരിക്കുന്ന ആളുടെ കൂടെ ബിൻസി ഇരുന്നപ്പോ എന്തോ ക്ലിവേജ് കാണിച്ചിരുന്നു, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പോ ആള് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, അപ്പാനിക്കൊരു കുടുംബമൊക്കെ ഇല്ലേ, അപ്പൊ പിന്നെ ആളെ അത് മോശമായിട്ട് ബാധിക്കില്ലേ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ പുറമേ കാണുന്ന ആൾക്ക് എത്രയൊക്കെ പറഞ്ഞാലും അത് മോശമായിട്ട് ഈ പറയുന്ന ആളെ ബാധിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്തരത്തിൽ ഒരു അനുഭവം അവിടെ അനുമോൾ കണ്ടു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംസാര രീതി അനുമോൾ കണ്ടു, അത് പറയണ്ട എന്നാണോ? അല്ല, ഇങ്ങനെയാണ് പറയുന്നേ. അല്ല, എന്ത് അഭിനയിക്കണം? ഈ സദാചാരം എന്ന് പറയുന്ന കുറച്ചൊക്കെ വേണ്ടേ? ഇത്രയൊന്നും വേണ്ട. ഒരാളുടെ ലൈഫിനെ മോശമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ വേണമെന്ന് ഞാൻ പറയില്ല. എനിക്ക് അതിനോട് സപ്പോർട്ട് ഇല്ല. കാരണം പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അത്തരത്തിൽ അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലോ അനുമോളിന്റെ, അത് അനുമോളിന് കുറെ സപ്പോർട്ട് കിട്ടിയില്ലേ? എങ്ങനത്തെ സ്ട്രാറ്റജി ഉദ്ദേശിച്ചത്? അല്ല, ഇത് ഒരു ഗെയിം ആണെങ്കിൽ എല്ലാം ഗെയിമാണ് അവിടെ നടക്കുന്നത്, ഇതും ഒരു ഗെയിം ആണെങ്കിലോ? കൃത്യമായിട്ട് സദാചാരം അല്ല, അവിടെ എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം. അങ്ങനെയാണെങ്കിൽ RJ ബിൻസി ഇപ്പൊ വന്ന് പറഞ്ഞ് നീ PR-ന്റെ കഴിവുകൊണ്ടല്ലേ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു പറഞ്ഞത് ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത്. അല്ല, അത് സത്യമല്ലേ? അത് സത്യം ആയതുകൊണ്ടല്ലേ പറയുന്നത്. ഇത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഏത് സത്യമാണെന്ന്? സദാചാരം. അപ്പൊ ഷെബിനും അതേപോലെ സദാചാരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. കുറച്ചൊക്കെ സദാചാരം വേണം ചിന്തിക്കുന്ന ആളാണ്. പറഞ്ഞ് സദാചാര വിരുദ്ധനൊന്നുമല്ല ഞാൻ, സദാചാരത്തിന് വേണ്ടി അഹോരാത്രം വാദിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എന്നിരുന്നാൽ പോലും കുറച്ചൊക്കെ സദാചാരം വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ, സദാചാരം ഓക്കെ, സമ്മതിച്ചു. ആ സദാചാരത്തിന്റെ ഇതുകൊണ്ട് സദാചാരപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടിന് വേണ്ടി ചിലപ്പോൾ അനുമോൾ അങ്ങനെ പറഞ്ഞാവാം. അതിൽ നെവിൻ തന്നെ പറയുന്നുണ്ട് അതിൽ തെറ്റുണ്ടെന്ന് തന്നെ ഞാൻ പറയും. അത് ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല. അത് ആരൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു തികച്ചും വ്യക്തിപരമല്ലേ. തികച്ചും വ്യക്തിപരമാണെങ്കിൽ അത് വേറെ ആരും കാണാത്ത വേറെ വേദിയിൽ ഇരുന്ന് പറയണം. ഇത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിൽ ഇത്രയും 76 ക്യാമറയിലുള്ള എല്ലാ ആൾക്കാരും കാണുന്ന ഒരു ഷോയിൽ ഇത് അഭിനയിക്കുന്ന
എന്തിനാ? അത് ഓരോരുത്തരുടെ മൈൻഡ് അല്ല, സെറ്റ് ആണ്. ഞാൻ ചോദിക്കുകയാണ്, അതായത് അനുമോൾക്ക് മനസ്സിൽ പറയാൻ തോന്നിയ ഒരു കാര്യം അനുമോൾ തുറന്നു സംസാരിച്ചു. അതാണ് അത് പറഞ്ഞത്. അനുമോൾ അതുപോലെ തന്നെ mindset ജിസേൽ ആര്യൻ ചുംബന രംഗം കണ്ടു എന്ന രീതിയിൽ അനുമോൾ പറഞ്ഞു. അത് അനുമോൾ കണ്ടു, അനുമോൾ പറഞ്ഞു. അത് എന്തെങ്കിലും രീതിയിൽ ഇവിടെ അനുമോൾക്ക് നെഗറ്റീവായോ പോസിറ്റീവായിട്ടുള്ള ആരാ പറഞ്ഞത് പോസിറ്റീവായി? അത് ഷെബിന് അനുമോള് സപ്പോർട്ട് ചെയ്യുന്നോണ്ട് പറയുന്ന എത്രയോ പേര് അനുമോളെ നെഗറ്റീവായി പറഞ്ഞു. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട്. ചിലർ നല്ലത് പറയും, ചിലർ മോശം പറയും. മോശം പറഞ്ഞത് അത് നിങ്ങൾ ഈ സപ്പോർട്ട് കൂടുതൽ മോശം പറഞ്ഞിട്ട് ഇപ്പോഴും എന്തുകൊണ്ട് 50% മുകളിൽ വോട്ട് അനുമോൾക്ക് കിട്ടുന്നു എന്നുള്ളത് ആ ചോദ്യത്തിന് ഉത്തരം തരാം. അത് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഈ PR എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നു വോട്ട് കൊടുക്കാൻ പറ്റും, അങ്ങനെയല്ല. ഈ അക്ബറിന് PR ഇല്ലേ? എല്ലാവർക്കും അവിടെ PR, ഷാനവാസിന് PR ഇല്ലേ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതാണ് ഞാൻ ഈ PR-ന്റെ കാര്യം പറഞ്ഞത്. PR ഉള്ളത് കൊണ്ട് കൂടിയായിരിക്കും ഇത്രയും നാൾ നിൽക്കുന്നത്. അത്രയുള്ളൂ ഞാനും പറഞ്ഞത്. അത് വോട്ട് കിട്ടുന്നത് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു അനുമോള് തന്നെ വിന്നർ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എത്ര പേര് നമ്മൾ ഈ ടോപ്പിക് ചർച്ച ചെയ്യുന്നതിൽ പോലും പ്രസക്തി ഇല്ലെന്ന് ഞാൻ അല്ല, പറയുന്നത്. അല്ല, എന്റെ ടോപ്പിക്കിൽ എന്റെ ഇതിലേക്ക് വന്നു. ഏതിലേക്ക് വന്നു? ഞാൻ പറഞ്ഞല്ലോ PR ബലത്തിൽ ചിലപ്പോൾ PR ബലത്തിൽ മാത്രം ഒരാൾക്ക് അവിടെ വിജയിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ നല്ല PR ഉണ്ടായിരുന്നു ജാസ്മിൻ ജാഫറിന്. എന്തായി? അതിൽ കൂടുതൽ PR ഉള്ള ആൾ ശോഭയ്ക്ക് എന്തായിരുന്നു 5ാം സീസണിൽ? ഞാനൊരു കാര്യം പറയട്ടെ, PR ഇല്ലാത്ത ആരും ഇല്ല അവിടെ. അവിടെ PR കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുമോ? കണ്ടന്റ് കൂടി കൊടുക്കണം. കണ്ടന്റ് കൊടുക്കുന്നില്ലേ? ഈ PR-ന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ PR എന്ന് പറയുന്നത് ഒരാൾ തന്നെ അല്ല എല്ലാവർക്കും PR ചെയ്ത് കൊടുക്കുന്നത്. PR-ന്റെ കഴിവ് തന്നെയാണെന്ന് ഞാൻ പറയും. ഈ വോട്ട് ആരാ പറഞ്ഞത് വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ പറ്റില്ല? എനിക്ക് അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന വിന്നറിന്റെ സെയിം PR തന്നെയാണ് അനുമോളുടെ. സെയിം PR തന്നെയാണ് അനുമോൾക്കും ഉള്ളത്. ആൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും അറിയാം. അപ്പൊ എന്തുകൊണ്ട് ഡൗട്ട്? എനിക്ക് വലിയ ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ആൾ അതുപോലെ തന്നെ നന്നായി പണിയെടുക്കുന്നുണ്ട്. എന്റെ പ്രശ്നം ഈ PR എന്നുള്ളതിനേക്കാൾ ഉപരി ആള് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആണ്. ആളുടെ വിചാരം ഇങ്ങനെ ചെയ്താൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഓഫ് ആൾക്കാരുണ്ട്. പക്ഷെ അത് മാറ്റി ചിന്തിക്കല്ലേ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആളെയും കൊണ്ട് അതിലൊന്നും പറ്റുന്നില്ല. പക്ഷെ ആളുടെ മൈൻഡിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത്, ഒരു എപ്പിസോഡ് കാണുമ്പോൾ ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, ആൾക്ക് പുറത്ത് PR ഉണ്ട് എന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം, ആൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയട്ടെ. അപ്പാനി ശരത്താണ് അവിടെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി PR ആയിട്ട് അകത്ത് പോയെന്നുള്ളതാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സത്യം. അപ്പാനി ശരത്ത് 35 ദിവസം പുറത്തായി. എന്തുകൊണ്ടാണ്? അപ്പാനി ശരത്തോടെ കളിച്ചത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. PR എന്തോരം ചെയ്തു എന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തി ആ ബിഗ് ബോസിൽ എങ്ങനെ പ്ലേ ചെയ്യുന്നു, എങ്ങനെ കളിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് വിജയാകാൻ പറ്റും. ഓക്കെ, അപ്പൊ പറയുന്നത് അനുമോൾ കളിക്കുന്ന ഗെയിം പെർഫെക്റ്റ് ഗെയിം ആണ്. അനുമോളാണ്. അല്ല, അനുമോൾ എല്ലാം തികഞ്ഞ ആരും എല്ലാം തികഞ്ഞാലോ? ഞാൻ എല്ലാം തികഞ്ഞാണോ? അല്ല, വിൽറ്റേ എല്ലാം തികഞ്ഞാലല്ലോ. എല്ലാം തികഞ്ഞ ആരുമില്ല. എല്ലാവർക്കും കുറ്റങ്ങളും ഉണ്ട്, കുറവുകളും ഉണ്ട്. പക്ഷേ തമ്മിൽ ഭേദം തുമ്മൻ എന്ന രീതിയിൽ എനിക്കിപ്പോൾ തോന്നുന്നത് കപ്പടിക്കാൻ സാധ്യതയും ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, അത് ഞാനും പറയുന്നു. കണ്ടന്റ് കൊടുത്താലല്ലേ ജയിക്കേണ്ടത്? ചുമ്മാ മൂലക്കിരുന്ന ഒരാൾ ജയിക്കണം. അത് ജയിക്കണം ഞാൻ പറയില്ല. പക്ഷെ എന്ത് കണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളതിലുണ്ട്. എനിക്ക് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിനോട്, ഇപ്പൊ ബിഗ് ബോസിലുള്ള ആരും, നമ്മളിപ്പോ സംസാരിക്കുന്നതന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഒരു റിയാലിറ്റി ഷോ നടക്കുന്നതുകൊണ്ടാണ് ഒരു ചർച്ച ചെയ്യുന്നത് തന്നെ. നമുക്കതിൽ ആരോടും വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമില്ല. അനുമോളുടെ ഗെയിം ആണെങ്കിലും ഒരു പരിധിവരെ ഓക്കെ, ശരിയാണ് ഈ കണ്ടന്റ് പറഞ്ഞത്. പക്ഷെ കുറച്ച് നാളാകുമ്പോ ഈ PR എന്ന് പറഞ്ഞുള്ള വേർഡ്സ് കൂടി നമ്മളുടെ ഉള്ളിൽ അതായോ ആൾക്ക് PR ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അനുമോളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആദിലയുടെ അടുത്ത് തന്നെ പറഞ്ഞു, ആദില പോവാൻ നിൽക്കുമ്പോൾ വാഷ്റൂമിന്റെ സൈഡിൽ വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ PR-ന്റെ കോണ്ടാക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അക്ബറിനെ എതിരെ ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തത്. അതൊക്കെ ഒരു ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തിനാ അങ്ങനത്തെ ഒരു ഗെയിം ചെയ്യുന്നത്? ഞാൻ PR-നെ സപ്പോർട്ടല്ല. ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ സീസൺ 1 എടുത്ത് നോക്കുവാണെങ്കിൽ സീസൺ 1 PR എന്നുള്ള പേരെ ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ജെനുവിൻ ആയിട്ട് ആരാണോ വിജയിക്കേണ്ടത് അവർ തന്നെ വിജയിച്ചു. പക്ഷെ ഇപ്പോൾ ഈ PR-ലാണ് കൂടുതലും ആളുകൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സത്യം പറയാലോ, എനിക്ക് അനുമോളെ പറ്റി കൂടുതൽ പറയുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. കാരണം എനിക്ക് ഉറപ്പാണ് ഇതിന്റെ താഴെ നെഗറ്റീവ്സ് എനിക്കേ വരുള്ളൂ. കാരണം അങ്ങനെയാണ് നമുക്ക് തന്നെ. ഇപ്പൊ അനുമോളുടെ ഒരു ഗെയിം നമുക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന റീൽസും കമന്റ്സും മൊത്തം അനുമോൾക്ക് പോസിറ്റീവ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് തന്നെ തോന്നും, നമുക്ക് മാത്രം എന്ത് ഇങ്ങനെ തോന്നും, അപ്പൊ നമ്മുടെ പ്രശ്നമാണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ തോന്നുന്ന കുറച്ച് പേരുണ്ട്, അങ്ങനെ അല്ലാതിരിക്കുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കൾ പറഞ്ഞതിനോട് കുറച്ചൊക്കെ ഞാൻ യോജിക്കുന്നു, കുറച്ചൊക്കെ വിയോജിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇത്രത്തോളം ആവോളം നമ്മളിപ്പോൾ കാത്തു. ഇനി നമുക്ക് വേവോളം കൂടി ഒന്ന് കാക്കാം. ആര് ജയിക്കും ഇല്ല എന്നുള്ളത് കണ്ടറിയാം. പക്ഷേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, വിജയിക്കേണ്ട ആൾ അവിടെ നല്ല ഗെയിം കളിക്കുന്ന ആളായിരിക്കണം. നല്ല ഗെയിം കളിച്ചു എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നത് അനുമോളാണ്. നല്ല ഗെയിം കളിച്ചു എന്ന് പറഞ്ഞാൽ
മോശം കളി കളിച്ച ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ട്. അതുപോലെ അനുമോളുടെ ഭാഗത്തുനിന്നും മോശം ഗെയിമുകളും വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ വിശ്വസിക്കുന്നു തമ്മിൽ ഭേദം തുമ്മൻ എന്ന രീതിയിൽ അനുമോൾ തന്നെയാണ് വിജയിക്കേണ്ട ആള്. അനുമോൾക്ക് പകരം ഒരാളെ ഈ തവണ വിജയിയായിട്ട് കാണാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അല്ലല്ല, ഇനി കൂടുതൽ സംസാരിച്ച് നമുക്ക് ഇവിടെ വശപ്പശ കാണണ്ട. ശനിദശ നിർത്തുന്നതായിരിക്കും. അല്ല, പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് സംസാരിക്കണ്ടേ? ഇതിനകത്ത് സംസാരിക്കാൻ എന്താ? അല്ല, ഷെബിൻ പറയുന്നു, ഷെബിൻ ആദ്യം തന്നെ പറഞ്ഞു അനുമോളാണ്. അല്ല, ഞാൻ ആധികാരികമായിട്ട് അത് പറയുന്നുണ്ടെങ്കിൽ 100% എഴുതി കുറിച്ച് എവിടെയെങ്കിലും എഴുതി വെക്കാൻ. അല്ല, ഷെബിനെ ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അനുമോള് ജയിക്കുമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു PR-ന്റെ ബലം കൊണ്ട് ജയിക്കാനൊക്കെ പറ്റും ഷെബിനെ. അത് വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട, അതൊക്കെ പറ്റും. PR-ന്റെ ബലത്തിൽ മാത്രം മാത്രം എന്നുള്ള വേർഡ് യൂസ് ചെയ്യണ്ട. അങ്ങനെയും പറ്റും. ലാസ്റ്റ് സീസണിൽ നമ്മൾ കണ്ട കാര്യമാണ്. ഞാൻ പറയുന്നു അനുമോളിനേക്കാൾ ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട്. അക്ബറോ അനീഷോ ജയിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. അക്ബർ എന്ത് ചെയ്തിട്ടാണ് ജയിക്കുന്നത്? അക്ബർ നല്ല ഗെയിം ഞാൻ പറയുന്നു ആ പ്രോഗ്രാമിന്റെ ഡയറക്ടർ സർഗോ ജയരാജ് എന്നാണ് എന്റെ വിശ്വാസം. സർഗോ ആണ്. സർഗോ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും അധികം ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അക്ബർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്ബർ ജയിക്കുകയാണെങ്കിൽ PR അല്ല ചാനൽ കൂട്ടുന്ന് വിജയിപ്പിച്ചാന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ PR അതിലും എത്രയോ ഭേദമാണ്. എന്താണ് അല്ല അനുമോളോട് എന്താണ് ഇത്ര അസൂയാണെന്ന് ഞാൻ പറഞ്ഞു. എത്രയോ പേരുണ്ട് നമുക്ക് അസൂയപ്പെടാം. എനിക്ക് അനുമോളോട് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യമില്ല. അനുമോൾ ഇത്രത്തോളം പ്രേക്ഷക പിന്തുണ കിട്ടിയതിൽ അന്താളിച്ച് നിൽക്കുകയാണ്. ഇതിനു മുമ്പും സീസൺസ് ഉണ്ടായിരുന്നു. നമ്മളിനി ഇവിടെ കൂടുതൽ സംസാരിച്ചു ശനിദശ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും നാളെ ഒരു ദിവസം കൂടിയാണല്ലോ ഉള്ളൂ. നമുക്ക് നാളെ കാണാം, നാളെ അറിയാം. നാളെ എന്താണെങ്കിലും ആ സ്വർണ്ണ പതക്കവുമായി സ്വർണ്ണ കിരീടവുമായി അനുമോളായിരിക്കും. ഒരു സ്ത്രീ വിന്നർ ആവട്ടെ. ഒരു സ്ത്രീ അല്ലേ, താങ്കൾക്കും സപ്പോർട്ട് ചെയ്തു. ആ കാർഡൊന്നും ഇവിടെ എടുക്കണ്ട. ആ കാർഡ് ഇവിടെ എടുക്കണ്ട. അങ്ങനെ സ്ത്രീ അങ്ങനത്തെ പുരുഷൻ ഞാൻ പറയട്ടെ, അതായത് സ്ത്രീ ജയിക്കണമെന്നില്ലേ അങ്ങനെ സീസൺ 7 ഡിസേർവിംഗ് ആയിട്ടുള്ള ആര് ജയിച്ചാലും ഞാൻ ഹാപ്പിയാണ്. ഇതിപ്പോ അനുമോൾ ആണെങ്കിലും എനിക്കറിയില്ല അനുമോൾ ജയിക്കുമെന്നുള്ളത്. എനിക്ക് ഡിസേർവിംഗ് ആയിട്ട് തോന്നുന്ന അക്ബറോ അനീഷോ ആണ്. അതിപ്പോ ഷെബിന് തോന്നുന്നത് അനുവാണ്. അത് ഷെബിന്റെ തീരുമാനം, ഇത് എന്റെ തീരുമാനം. അതില് എനിക്ക് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഒരു ഗേൾ വിൻ ആവണം അല്ലെങ്കിൽ ഒരു ജെന്റ്സ് മെയിൽ ഫീമെയിൽ അങ്ങനത്തെ ഒരു സംഭവം ഇതിലില്ല. ആരാണ് ഡിസേർവിംഗ് ആയിട്ടുള്ള അവര് വിജയിക്കും.